ലെവല്. അയ്യോ ഫഹദ് ഫാസിലാണ് ഇതിന്റെ പുഷ്പ, മറ്റൊരു സെക്കൻഡ് അല്ലു അർജുൻ. ഫസ്റ്റ് പാർട്ടിൽ എങ്ങനെയോ അതിന് കുറച്ച് എക്സ്ട്രീം വെർഷൻ ആണ് ഇതില്, കുറച്ച് ക്രിഞ്ച് ആയിട്ട് തോന്നുന്നു ലക്ഷ്മിക്കായിട്ട്. അല്ലു അർജുൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അകത്തൊരു പാട്ടുണ്ട്, പുള്ളി സാരിയൊക്കെ എടുത്തിട്ട് ചെയ്യുന്നത്. പുള്ളിയുടെ ഒരു അംശം പോലെ നമുക്ക് കാണാൻ പറ്റത്തില്ല അതിന്റെ. ജോക്കറിന്റെ ആ ഒരു വൈബ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഫഹദിന്റെ കാര്യത്തില് പുള്ളിനെ ശരിക്കും ഇവിടെ കൊണ്ടുവന്ന ഒരു കോമഡി പീസ് ആക്കിയിട്ടുണ്ട്. പുള്ളിക്കിനകത്ത് ചെയ്യാനായിട്ടൊന്നുമില്ല. അല്ലു അർജുനൊക്കെ തൂക്കി അടിച്ചു എന്ന് പറഞ്ഞാൽ അല്ലു അർജുൻ എന്ന ഫഹദ് ഫാസിന്റെ മുമ്പിൽ ഒന്നുമല്ല എന്നുള്ളതാണ്. ഫഹദ് ഫാസിലാണ്, പപ്പയാണ് ഈ പടം കൊണ്ടുപോകുന്നത്, പപ്പയുടെ കയ്യിലാണ് ഈ സിനിമ. പടം എനിക്ക് പേഴ്സണലി ആവറേജ് ആയിട്ട് ഫീൽ ചെയ്തു. ആവറേജ് അല്ല, ഒരു ബിലോ ആവറേജ് എന്ന് പറയാൻ വേണമെങ്കിൽ. ഫസ്റ്റ് പാർട്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് ഓക്കെ ആയിരുന്നു. കാരണം സ്റ്റോറി കുറച്ച് വീക്ക് ആണെങ്കിലും മേക്കിംഗ് വെച്ച് പിടിച്ചു നിന്ന് നല്ലൊരു അനുഭവമായിരുന്നു. പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ സ്ക്രിപ്റ്റും വീക്കാണ്, മേക്കിങ്ങും വീക്കാണ്. ഒട്ടും ഇമ്പ്രസീവായി തോന്നിയില്ല. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ അല്ലു അർജുൻ ഓക്കെയാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കണ്ട ഒരു ക്യാരക്ടറിലായത് ആ കണ്ടിന്യൂറ്റി മിസ്സായിട്ടുണ്ട്. പക്ഷെ എന്നാലും പെർഫോമൻസ് വൈസ് അല്ലു അർജുൻ ഓക്കെ ആയിരുന്നു. പക്ഷെ രശ്മികയും ബാക്കിയെല്ലാം വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് പാർട്ടിൽ എങ്ങനെയോ അതിന് കുറച്ച് എക്സ്ട്രീം വെർഷൻ ആണ് ഇതിൽ, കുറച്ച് ക്രിഞ്ചായിട്ട് തോന്നുന്നു രശ്മികയായിട്ട്. മാസാണോ? ഇല്ല, ഒട്ടുമില്ല. അത് ഞാൻ ഫസ്റ്റ് പാർട്ട് അവസാനിപ്പോൾ വിചാരിച്ചത് സെക്കൻഡ് പാർട്ടിലേക്ക് വേണ്ടി ബിൽഡ് ചെയ്ത ക്യാരക്ടറാണ്. അത് സെക്കൻഡ് പാർട്ടിൽ കുറച്ചുകൂടി നല്ല റോൾ ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ച്. പക്ഷെ ഇതിൽ വെറും കോമഡി പീസ് ആയി കിടന്നു ആ ക്യാരക്ടർ. മാത്രമല്ല ഫഹദിന്റെ അഭിനയത്തിൽ നമുക്ക് രംഗണ്ണന്റെ നല്ല ഇൻഫ്ലുവൻസ് ഫീൽ ചെയ്യും. അതിനുവേണ്ടി ആ സിനിമയ്ക്ക് ശേഷം ഈ ക്യാരക്ടറും ചേഞ്ച് ചെയ്തതൊന്നും ഡൗട്ടുണ്ട് എനിക്ക്. ബി ജി എം സ്കോറിങ് കുഴപ്പമില്ല, പാട്ടുകളായാലും അത്യാവശ്യം നന്നായിട്ടുണ്ട്. ഡബ്ബിങ്ങിന്റെ കുറച്ച് പോരായ്മകളുണ്ട്. തെലുങ്കിൽ കേട്ട സോങ്സ് ചിലപ്പോൾ നല്ലതായിരിക്കും. പക്ഷെ മേക്കിംഗ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇല്ല, ഒട്ടുമില്ല. എന്തിനു വേണ്ടിയാണ് അനൗൺസ് ചെയ്തത് എന്ന് പോലും എനിക്കറിയില്ല. കാരണം സിനിമ ഇവിടെ തീർന്നു, ഇന്റർവെൽ ആകുമ്പോൾ തന്നെ സിനിമ തീർന്നു. ഇനി പുതിയൊരു കഥയും കഥാപാത്രങ്ങളും എല്ലാം ബിൽഡ് ചെയ്യേണ്ടി വരും തേർഡ് പാർട്ടിന് വേണ്ടിയിട്ട്. പടം കുഴപ്പമില്ല, പക്ഷെ ക്ലൈമാക്സ് അങ്ങോട്ട് ടെയിലിന്റെ അങ്ങോട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചായിരുന്നു, പക്ഷെ ആ ഒരു സംഭവം അങ്ങോട്ട് വന്നില്ല. മാസ് രീതിയിലാണ് ക്ലൈമാക്സ് കൊണ്ട് എത്തിച്ചേക്കുന്നത്, എങ്കിലും വലിയ രീതിയിൽ വന്നില്ല. നമ്മളൊരു ഗസ്റ്റ് റോളൊക്കെ പ്രതീക്ഷിച്ചു, ആരെങ്കിലും ഒരാൾ ഗസ്റ്റ് റോളിൽ വരുമെന്ന് വിചാരിച്ചു. പിന്നെ അല്ലു അർജുൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊരു പാട്ടുണ്ട്, പുള്ളി സാരിയൊക്കെ എടുത്തിട്ട് ചെയ്യുന്നത്. പുള്ളിയുടെ ഒരു അംശം പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല അതിൻ്റെ. പിന്നെ ഫഹദ് ഫാസിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, പറയണ്ടല്ലോ. പുള്ളി കോമഡിയും എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സിൽ ഒരു സ്റ്റണ്ട് ഉണ്ട്, അത് അടിപൊളിയാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡബ് ചെയ്തെല്ലാം അടിപൊളിയായിട്ടുണ്ട്. കാരണം നമ്മൾ മലയാളത്തിലാണല്ലോ കണ്ടത്. ഡബ് ചെയ്തേക്കുന്ന എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പാർട്ട് 3 അറിയാം, ബാക്കി ഇതിലും ചിലപ്പം മിക്സ്ഡ് റിവ്യൂ ആണ് വന്നേക്കുന്നത്. എങ്കിൽ പോലും ചിലപ്പോൾ പാർട്ട് 3 ആ പോരായ്മകൾ മാറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ 1 ആ ഒരു ഹൈപ്പ് മീറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ ഇല്ല. പക്ഷേ മൂവി ആസ് ഓഫ് നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് മൂവിയാണ്. അത്യാവശ്യം നല്ല ഇമ്പാക്ട്ഫുള്ളാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാഫ നമ്മുടെ രംഗണ്ണനും നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ ഷമ്മിയും കൂടി മിക്സ് ചെയ്ത ഒരു എക്സ്ട്രീം ലെവൽ സാധനം. ഒരു ഫസ്റ്റിൽ നമുക്ക് കുറച്ച് സീക്വൻസ് ഉണ്ടായുള്ളൂ, പക്ഷേ ഇതിനകത്ത് രണ്ടുപേരും തമ്മിൽ നല്ല ഒരു ഈഗോ ക്ലാഷ്, അയ്യപ്പം കുറച്ച് വൈബം ഫീൽ ചെയ്യാൻ പറ്റും. മാസിന് വേണ്ടി നന്നായി ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഇമ്പാക്ട്ഫുൾ ആയിരുന്നു. ബി ജി എംസ് നൈസായിരുന്നു. എനിക്ക് ഇമോഷണൽ സെൻറ്റി സീൻസ് എനിക്ക് കുറച്ച് വർക്കൗട്ടായില്ല. 3.5 മണിക്കൂർ എനിക്ക് ലാഗൊന്നും ഫീൽ ചെയ്തില്ല. പെട്ടെന്ന് ബേബി കാണിച്ചിട്ടുണ്ടെങ്കിൽ പടം തീർന്നായി പോയി. സോ പാർട്ട് 3 വരുന്നുണ്ട്, വെയിറ്റിംഗ് ആണ്. തിയേറ്ററിൽ വന്ന് കാണണം, എന്നാലും എനിക്ക് ഇമ്പാക്ട്ഫുൾ ആയിരുന്നു. സോ ഡോണ്ട് മിസ് ഇറ്റ്. ഫാഫയുടെ പെർഫോമൻസ് നൈസായിരുന്നു. ലൈക്ക് ഒരു എക്സ്ട്രീം ലെവൽ വില്ലനിസം എന്നൊക്കെ പറയില്ലേ, ആ ഒരു നമ്മുടെ ഒരു ജോക്കറിന്റെ ആ ഒരു വൈബ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. നല്ല തന്നെയായിരുന്നു. അല്ലൂല സത്യം പറഞ്ഞാൽ ഫസ്റ്റിൽ കുറച്ച് 10 മിനിറ്റല്ലേ ഉള്ളൂ. ഇതിനകത്ത് നല്ല സ്ക്രീൻ സ്പേസ്, നല്ല ഒരു ഗിവ് ആൻഡ് ടേക്ക് റാപ്പും ഉണ്ട്. പൊളിയാണ്. എനിക്ക് പ്രത്യേകിച്ച് ഇവർ മിണ്ടാതെ നമ്മൾ പുഷ്പ ഫയറുള്ള ഫ്ലവർ ട്രെയിലർ കണ്ട സീൻ, അതിൻ്റെ ഒരു ബാക്കി തിയേറ്ററിൽ വൻ കൈയടിയായിരുന്നു. അത് നൈസ് സെറ്റായിരുന്നു. സോ തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റി, എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാ സ്റ്റഫും ഉണ്ട്. നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ഒന്ന് കുറച്ച് വന്നാൽ 1 കിട്ടുന്നത്. 1 ഒബ്വിയസ്ലി 1 ആയി പറ്റുള്ളൂ. ഇതിനകത്ത് കുറേ മാസ് എലമെന്റ്സും മാസ് സീക്വൻസും കാര്യമുണ്ട്, പക്ഷേ ആ ഒരു ഹൈപ്പ് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ തിയേറ്ററിൽ വന്ന് കാണുന്ന സ്റ്റഫുണ്ട്. പടം എനിക്ക് ടോട്ടലി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഡിസപ്പോയിന്റഡ് ആണ് പടം കണ്ടിട്ട്. ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതായത് തട്ടിക്കൂട്ടിയെടുത്തൊരു പടം പോലെയാണ്. ഒരു 3.5 മണിക്കൂറുണ്ട് പടം. പക്ഷെ കഥ എന്ന് പറയാനായിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു കഥയോ ഒരു നല്ലൊരു തിരക്കഥയോ നല്ല കുറേ പെർഫോമൻസോ ഒന്നുമില്ല. സെയിം ക്യാരക്ടേഴ്സിനെ പിന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അവരും ഫസ്റ്റ് പാർട്ടി കണ്ട പോലെയല്ല സെക്കൻഡ് പാർട്ടിൽ അവർ ക്യാരക്ടറൈസേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ തീർത്തും ഒരു പരാജയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വളരെ ഡിസപ്പോയിന്റഡ് ആണ്, നിരാശയാണ്. ഫഹദിന്റെ കാര്യത്തിൽ പുള്ളിനെ ശരിക്കും ഇവിടെ കൊണ്ടുവന്ന ഒരു കോമഡി പീസ് ആക്കിയിട്ടുണ്ട്. പുള്ളിക്കിനകത്ത് ചെയ്യാനായിട്ടൊന്നുമില്ല, പക്ഷെ ഒരു കോമഡിക്ക് വേണ്ടി ഉപയോഗിച്ചൊരു മെറ്റീരിയലായിട്ടാണ് ഫഹദിനകത്ത് എനിക്ക് അനുഭവപ്പെട്ടത്. പാർട്ട് 3 ലീഡ് എന്തിനാണ്? അതൊരു ഇൻട്രസ്റ്റിംഗ് പ്ലോട്ടാണോ? അത് സിനിമയുടെ ഒരു മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇപ്പോൾ ഒരു പാർട്ട് 1, 2, 3 എന്നുള്ള രീതിയിൽ പോണത്.
ഈ കഥ ഡിസർവ് ചെയ്യുന്നില്ല അങ്ങനത്തെ ഒരു പാട്ട്. പക്ഷേ എന്നാലും ആൾക്കാർ വരും. ഇപ്പം ഞാൻ തന്നെ പാട്ട് കാണാൻ വരും. അത് ആ സിനിമയുടെ ഒരു ഫ്രാഞ്ചൈസിയുടെ ഒരു ഗുണമാണ്. പക്ഷെ ഈ സിനിമയുടെ ഒരു കഥയോ തിരക്കഥയോ വെച്ചിട്ട് ഒരു തേർഡ് പാർട്ടിലേക്കുള്ള ഒരു സ്കോപ്പില്ല. രശ്മിയുടെ പെർഫോമൻസ് അവാർഡ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവര് സ്വയം പറയുന്നത് നാഷണൽ അവാർഡ് കിട്ടാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടെന്നാണ്. പക്ഷെ ഒറ്റൊരു നല്ലൊരു സീൻ ഉണ്ടായിരുന്നു സിനിമയിൽ. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിനേക്കാളും കുറച്ച് ഓവറായിരുന്നു ഇതിനകത്ത് രശ്മിയുടെ പെർഫോമൻസ്. പുഷ്പ 1 ആണോ 2 ആണോ? 1 തന്നെയാണ് എന്തുകൊണ്ടും വേഗം. അതായത് 1 റീസെന്റ് കണ്ടുള്ളൂ. അപ്പൊ ഇത് സെക്കൻഡ് പാർട്ട് വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് പാർട്ട് വളരെ സുപ്പീരിയർ ആണ്. ഫസ്റ്റ് പാർട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് സിനിമ വന്നിട്ടുള്ളത്. അല്ലുവിന്റെ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അല്ലുവിന്റെ പെർഫോമൻസ് ഒക്കെ ഫഹദ് ഫാസിൽ ഡബിൾ ഓക്കെയാണ്. നമുക്ക് അഭിമാനിക്കാം, കേരളക്കാർക്ക് അഭിമാനിക്കാം. പക്ഷേ ഈ ഷോർട്ട് ഫിലിം പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഡ്രാമ പോലെ സെക്കൻഡ് ഹാഫിൽ വലിച്ചു നീട്ടി കൊണ്ടുപോയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ബാക്കിയുള്ള ആളുകൾക്ക് എനിക്കറിയില്ല. ഞാൻ കണ്ടപ്പോൾ എനിക്ക് വലിയൊരു അടുത്തുള്ള ആളുകളൊക്കെ മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് കിട്ടിയില്ല. ഇതിനേക്കാൾ നല്ല പണി എന്ന് പറഞ്ഞ പാട് ഇതിനേക്കാൾ എത്രയോ ബെറ്ററാണ്. നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. പുഷ്പ 1 ആണോ 2 ആണോ വെട്ടുന്നത്? 1 അടിപൊളി. പുഷ്പ 3 കാണിച്ചിട്ടുണ്ടല്ലോ. 3 കാണിച്ചിട്ടുണ്ട്. അത് ഇതിനേക്കാൾ അപ്പുറത്തേക്ക് പ്രതീക്ഷിക്കാൻ നല്ലതാണെന്ന് പ്രതീക്ഷിക്കാം. പടം നല്ല പടമാണ്. സൂപ്പർ പടം, അടിപൊളി പടം. പാർട്ട് 3 ഉണ്ട്. ഈ പടം സൂപ്പർ പടമാണ്. പാർട്ട് 1 പാർട്ട് 2 സൂപ്പർ പടം. നല്ല അടിപൊളി പടം. സാങ്സ് എല്ലാം ഫൈറ്റിംഗ് എല്ലാം അല്ലു അർജുൻ ആക്ഷൻ അടിപൊളിയാണ്. നല്ല സൂപ്പർ. നല്ല അടിപൊളി. ഒരു പ്രാവശ്യം കാണാം. അങ്ങനെ അയ്യോ ഫഹദ് ഫാസിലാണ് ഇതിന്റെ പുഷ്പ. മറ്റത് സെക്കൻഡ് അല്ലു അർജുൻ. റേറ്റിംഗ് 4 കൊടുക്കാം. അടിപൊളി. കുഴപ്പമില്ല, നല്ലതാണ്. ആക്ഷൻ സീൻസ് കൊള്ളാം. പ്രത്യേകിച്ച് ഫഹദിന്റെ റോള് കുറേ ഉണ്ട്. ഫഹദ് നമ്മൾക്ക് ചെറിയ റോളാന്ന് പറഞ്ഞു, പക്ഷേ കംപ്ലീറ്റ് ഫഹദ് കുറേ നേരത്തെ കേട്ടു. അപ്പോൾ അതിൻ്റെ ആക്ഷൻ സൂപ്പറാണ്. പിന്നെ പ്രത്യേകിച്ച് കുറച്ച് ലാഗായി പോയി, പക്ഷേ ആക്ഷൻ സീൻസ് കമ്പാരിറ്റീവ്ലി നല്ല കൊള്ളാം. 1 ആണ് ബെറ്റർ. പുഷ്പ 3 വകുപ്പുണ്ടോ? വകുപ്പുണ്ട്, ഓൾറെഡി കാണിച്ചു. തെലുഗു സൂപ്പർ ഹിറ്റ് 1000 crores. വളരെ രക്ഷയില്ല. ഔട്ട്സ്റ്റാൻഡിംഗ് മൂവിയാണ്. എന്ന് വെച്ചാൽ ഈ 4 തിയേറ്ററിലും, വനിതാ തിയേറ്ററിൽ ഈ 4 തിയേറ്ററും 4 മണിക്ക് ഫസ്റ്റ് ഷോ ഇത്രയും ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ആ അല്ലു അർജുൻ്റെ ആ പവർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇത്രയും ക്രൗഡ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അത് ഈ പടം നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് ആ ഒരു പവർ കിട്ടുന്നുണ്ട്. അത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായി, ഈ പടം കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു എനർജിയാണ് കിട്ടുന്നത്. അത് തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ചാണ്. നമ്മൾ ഒരു കാരണവശാലും OTT-ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. അത്രയും പവർ പാക്കാണ്. എൻ്റെ പൊന്നു രശ്മിക, ഇതിപ്പോ രശ്മിക, പിന്നെ അതുപോലെ തന്നെ അല്ലു, പിന്നെ ഫാഫ, അവരുടെയൊക്കെ ഒരു സ്ക്രീൻ പ്രസൻസ് തന്നെ കാണും. നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ ഇവര് തിയേറ്ററിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു എനർജിയും ഒരു എന്തോ ഒരു ഫീലിംഗ്, നമുക്ക് എന്തോ ഒരു പവർ പാക്കാണ് നമുക്ക് ഈ പടം കാണുമ്പോൾ തന്നെ കിട്ടുന്നത്. ഔട്ട്സ്റ്റാൻഡിംഗ് മൂവി. പുഷ്പ ഫയർ തന്നെയാണോ? ഫയർ തന്നെയാണ്. ഒരു രക്ഷയില്ല. ബിക്കോസ് എൻ്റെ ഒരു ഇതിൽ വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ 10-ന് 10 കൊടുക്കാം. അത്രയും റേറ്റിംഗ് കൊടുക്കാൻ പറ്റിയ ഔട്ട്സ്റ്റാൻഡിംഗ് മൂവിയാണ്. ഒരു രക്ഷയില്ല. ഒരു പവർ പാക്കാണെന്ന് തന്നെ പറയാം. പുഷ്പ സെക്കൻഡ് ഒരു രക്ഷയില്ല. കിഡിലുമാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് എടുത്തു പറയാനുള്ളത് ഫഹദ് ഫാസിലിന്റെ അഭിനയമാണ്. ഫഹദ് ഫാസിലിന്റെ കൂടെ പപ്പയുടെ കൂടെ പിടിച്ചു നിൽക്കാൻ അല്ലു അർജുൻ വളരെ കഷ്ടപ്പെടുന്നുണ്ട്. കാരണം അത്രയും പവർഫുൾ ക്യാരക്ടറാണ് ഫഹദ് ഫാസിൽ ഈ സിനിമയിൽ ചെയ്തേക്കുന്നത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഇങ്ങനെ അഭിനയിക്കാൻ പറ്റില്ല, ഇങ്ങനെ അതിശയിപ്പിക്കാൻ പറ്റുന്ന ഒരു നടൻ മലയാളത്തിൽ ഉണ്ട് എന്ന് പറയുന്നത് അഭിമാനമാണ്. കാരണം മലയാളിയായ എനിക്കും മലയാളികളായിട്ടുള്ള എല്ലാവർക്കും ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ഒരു ആക്ടർ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. മലയാളത്തിലെ എല്ലാ ആക്ടർമാരും ഫഹദ് ഫാസിലിനെ കണ്ടുപഠിക്കുന്നത്. കാരണം അദ്ദേഹം അഭിനയം പഠിച്ചിട്ട് വന്ന ഒരു മനുഷ്യനാണ്. വെറുതെ കോപ്രായം കാണിക്കല്ല സ്ക്രീനിൽ കയറിയിട്ട്. കാരണം ഇത്രയും ബ്രില്യൻ്റ് ആയിട്ട് അഭിനയിക്കുന്ന ഒരു നടൻ നമുക്ക് കിട്ടിയത് വളരെ അഭിമാനകരമാണ്. അത്രയും നല്ല പവർഫുൾ ക്യാരക്ടറാണ് ഫഹദ് ഫാസിലിനകത്ത് ചെയ്തേക്കുന്നത്. ഇത് ഇന്റർവെല്ലിൽ കഴിഞ്ഞ് ഫഹദ് ഫാസിലിന്റെ സീൻ തീരുന്നിടം വരെ പടം ഫുള്ളും ഫഹദ് ഫാസിലിന്റെ കയ്യിൽ തന്നെയാണ്. അത്ര നല്ല 5 സീനുകളാണ്. അതുപോലെ തന്നെ അല്ലു അർജുൻ, പിന്നെ രശ്മി മന്ദാന, പിന്നെ അതുപോലെ തന്നെ ജഗവതി ഒക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഒരു ലോജിക്ക് പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ കടിക്കുന്നുണ്ട്. അത് ഇപ്പൊ 10-400 കോടി രൂപയൊക്കെ ചെലവാക്കിയ ഒരു സിനിമ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്, എല്ലാ ക്യാരക്ടറും എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതി തന്നെയാണ് സിനിമ എടുത്തേക്കുന്നത്. സൂപ്പർ പടമാണ്. 3ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. കാരണം ഇതിപ്പോ നമ്മൾ ഇതിപ്പം കാണണം, നമ്മൾ 3 കാണണമെന്ന് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ക്യാമിയോ റോളിൽ നമുക്കങ്ങനെ പറയാൻ പറ്റും. വീണ്ടും
അടുത്ത ഒരാള് ആ ഒരു വേഷത്തിലേക്ക് വീണ്ടും വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ആള് തന്നെയാണോ എന്ന് നമുക്ക് ഇനി പ്രെഡിക്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ പടം കാണുമ്പോൾ പറയാം. 3 വരട്ടെ, നമുക്ക് 3 വരട്ടെ. നമ്മൾ ആശംസിക്കുന്ന പടം ഹിറ്റാണ്. ഒരു 600 കോടി എന്തായാലും കളക്ട് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലു അർജുനെയൊക്കെ തൂക്കി അടിച്ചു എന്ന് പറഞ്ഞാൽ അല്ലു അർജുൻ എന്ന ഫഹദ് ഫാസിലിന്റെ മുമ്പിൽ ഒന്നുമല്ല എന്നുള്ളതാണ്. ഫഹദ് ഫാസിലാണ്, പപ്പയാണ് ഈ പടം കൊണ്ടുപോകുന്നത്. പപ്പയുടെ കയ്യിലാണ് ഈ സിനിമ. അല്ലു അർജുനൊന്നും ഫഹദ് ഫാസിലിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കില്ല എന്നുള്ളത് 100% ഞാൻ ഉറപ്പ് പറയാണ്. പിന്നെ അദ്ദേഹം ബോളിവുഡിലേക്ക് കടക്കാൻ പോവാണ്. ഒരു എൻട്രി കൂടെ വന്നിട്ടുണ്ട് ഫഹദ് ഫാസിലിന്. ഞാനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. കാരണം ഇത്രയും നല്ലൊരു നടനെ മലയാളത്തിൽ കിട്ടിയത് വളരെ അഭിമാനകരമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇനിയുള്ള ഈ തലമുറയിൽ ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ഒരാൾ തന്നെ ആയിരിക്കും അടുത്ത സൂപ്പർ സ്റ്റാർ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ പൃഥ്വിരാജ്, ടൊവിനോ തുടങ്ങിയിട്ടുള്ള മറ്റുള്ള കഥാപാത്രങ്ങളെല്ലാം ഫഹദ് ഫാസിലാണ്. ഇനി അടുത്ത സൂപ്പർ സ്റ്റാർ, അടുത്ത മെഗാസ്റ്റാർ പദവിയിലേക്ക് ഫഹദ് ഫാസിലാണ്. ഒരു രക്ഷയില്ല. ഈ പടം വന്ന് എല്ലാവരും തിയേറ്ററിൽ ഒന്ന് കണ്ട് വിജയിപ്പിക്കുക. പിന്നെ 400 കോടി എന്ന് പറയുന്ന ചിലവായിട്ടുണ്ട്. കുറച്ച് ലോജിയൊക്കെ, കുറെ സ്നേഹവും പാസവും അതൊന്നും ഇതിന്റെ കുറയ്ക്കാമായിരുന്നു. കാരണം പിന്നെ ഇതിനകത്ത് കുറെ ഐറ്റം ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. സൂപ്പറാണ്. നമുക്ക് പൈസ മുതലാവും എന്തായാലും ഉറപ്പാണ്. എല്ലാ പ്രേക്ഷകർക്കും വന്ന് കാണാം. അടിപൊളിയാണ്. ഒരു ഐറ്റം ഡാൻസ് ഉണ്ട് കേട്ടോ. എല്ലാവരും വന്ന് കാണണം കേട്ടോ. ഐറ്റം ഡാൻസ് ഉണ്ട്. എല്ലാവർക്കും ചെറുപ്പക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കും. അതുപോലെ മാസം ക്ലാസ് ഒക്കെ ഉൾപ്പെടുത്തി ഈ സിനിമ ഒരു 600 കോടി എന്തായാലും കളക്ട് ചെയ്യുന്നുള്ള ഉറപ്പാണ്. ഇതിനകത്ത് വേറെ കളിയുണ്ട്. ഇത് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പന്നിമലത്ത് പോലെയാണ്. ഈ പുഷ്പ എന്ന് പറയുന്ന ഒരു സിനിമ എനിക്ക് തോന്നുന്നു ചീട്ടുകളിൽ പന്നിമലത്ത് പോലെയാണ്. അതായത് ഒരു 10-40 കോടി രൂപ ചെലവാക്കി പുഷ്പ 1 എടുത്തു. അതൊരു 300-360 കോടി രൂപ കളക്ട് ചെയ്തു. ആ 360 കോടി ഉണ്ടെന്ന് അടുത്ത 400 കോടി ഉണ്ടെന്ന് ഇട്ടു. ആ 400 കോടി എടുത്തിട്ട് അടുത്ത ഒരു 600 കോടി കളക്ട് ചെയ്യും. അടുത്ത ഈ ഒരു 600 കോടി ഇട്ടിട്ട് ഇനി ഒരു 1000 കോടി കളക്ട് ചെയ്യും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇതൊരു സിനിമ വ്യവസായമാണ്. ഈ സിനിമ ഇങ്ങനെയാണ് വ്യവസായം ചെയ്തുകൊണ്ട്. ഇത് വെറുതെ കുറെ പ്രൊഡ്യൂസർമാരൊന്നും കുറെ ഈ കണ്ണി കണ്ട ചപ്പ് ചവറ് പോലെ കുറെ സിനിമകൾ കൊണ്ട് തിയേറ്ററിൽ കൊണ്ടിട്ട് ഓടിക്കും. ആ പടം പൊട്ടും, ആ നിർമ്മാതാവ് തെണ്ടി കുത്തുവാളെടുക്കും. ഇതിങ്ങനെ ബിസിനസ് ചെയ്ത് പോകേണ്ട സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കൈദിയൊക്കെ പോലുള്ള സിനിമ, വിക്രം പോലുള്ള സിനിമകൾ വീണ്ടും നമുക്ക് കാണാനുള്ള ഇൻസ്പിറേഷൻ ഉണ്ടാവുന്ന സിനിമകൾ എടുക്കണം. ഹോളിവുഡ് സിനിമ പോലെ, ബോൾഡ് സിനിമകൾ പോലുള്ള വീണ്ടും നമുക്ക് കാണാനുള്ള സിനിമകൾ എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇത്ര നല്ല പാൻ ഇന്ത്യ സിനിമയാണ്. ഇത് വിജയിക്കുമെന്നുള്ള ആരും ഉറപ്പാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ചെറിയ ലോജിക് പ്രശ്നങ്ങളുണ്ട്. അത് ശ്രദ്ധിക്കാമായിരുന്നു. കാരണം ഇത്ര നല്ല സിനിമ എടുത്തിട്ട് ശ്രദ്ധിക്കാമായിരുന്നു. ബ്രേക്കൊക്കെ ഇടുന്നുണ്ട് ഇതിനകത്ത്. പക്ഷെ ഇതിനകത്ത് ചില സാധനങ്ങളൊക്കെ ഒഴിവാക്കാമായിരുന്നു. പിന്നെ അവസാനം ഇതിനകത്ത് ക്ലൈമാക്സിൽ ഒരു സെറ്റ് ഇട്ടിട്ടുണ്ട്. കിട്ടില്ലാണ് കേട്ടോ. അതിനുവേണ്ടി തന്നെ ന്യായമായിട്ട് പൈസ ആയിട്ടുണ്ട്. പടം കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് ഒക്കെ കുഴപ്പമില്ല. കണ്ടിരിക്കുക. ഡാൻസും ഐറ്റം ഡാൻസ് ഒക്കെ ഉണ്ട്, ഫൈറ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ ലാസ്റ്റ് വണ്ടി വന്ന് നിർത്തിയ പോലെ ഇപ്പൊ 3ാമത്തെ അടിപൊളിയാവുന്നു വിചാരിക്കുന്നു. 3 മാസമാവും കൊളിവറായിരുന്നു വിജയിക്കുന്നത്. 3ാമത്തെ വെയിറ്റിങ്ങിലാണ്. പുഷ്പ 1 എന്തായാലും പെർഫെക്റ്റാണ്, പറയാനൊന്നുമില്ല. 2ാമത്തെ പുഷ്പ കുറച്ചും കൂടി അടിപൊളിയായി. പക്ഷെ വണ്ടി വന്ന് നിർത്തിയ പോലെ